ഉന്നാരപ്പൂവിൻ്റെ കവിൾ തട മെന്തൊരലങ്കാരം പൊന്നൂറിൻ്റെ പ്രഭാകിരണങ്ങൾ കെന്തു ചമൽക്കാരം പുഞ്ചിരി കണ്ടാലതു മതി ജീവിത വിജയ പുരസ്കാരം പഞ്ചാരത്തിരുമേനി മണത്തവരിരുജകമിൽ താരം എന്നാണെൻ്റെ കിന കൊതി തീരണ രാവ് റസൂലല്ലാഹ് ഒന്നാ പൂമുഖ ദർശന സൗഭാഗ്യം തരുമോ മുല്ല എന്നാണെൻ്റെ കിന കൊതി തീരണ രാവ് റസൂലല്ലാഹ് ഒന്നാ പൂമുഖ ദർശന സൗഭാഗ്യം തരുമോ മുല്ല മൻ റആ വജ്ഹക യസ്അദ് യാ റസൂലല്ലാഹ് മൻ റആ വജ്ഹക യസ്അദ് യാ ഹബീബല്ലാഹ്. പടച്ചവനെ, നിന്റെ ഹബീബായ തങ്ങളെ ബഹുമാനിച്ച ഈ ഉമ്മത്തിലെ മെമ്പർമാർക്ക് ഏതെങ്കിലും ഒരു രാത്രി അവിടുത്തെ അളീമായ വജ്ഹുൽ മുനവ്വർ കാണാൻ തൗഫീഖ് തരണേ അല്ലാഹ്. എല്ലാവരും ചൊല്ലു, അല്ലാഹു ഹബീബായ തങ്ങളെ കാണാൻ ഭാഗ്യം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ പെടുത്തി തരട്ടെ. ചൊല്ലി, മൻ റആ വജ്ഹക യസ്അദ് യാ റസൂലല്ലാഹ് മൻ റആ വജ്ഹക യസ്അദ് യാ ഹബീബല്ലാഹ് മൻ റആ വജ്ഹക യസ്അദ് لله من رأى وجهك يسعد يا حبيب الله. പുന്നാരപ്പൂവിൻ്റെ കവിൾ തട മെന്തൊരലങ്കാരം പൊന്നൂറിൻ്റെ പ്രഭാകിരണങ്ങൾ കെന്തു ചമൽക്കാരം പുഞ്ചിരി കണ്ടാലതു മതി ജീവിത വിജയ പുരസ്കാരം പഞ്ചാരത്തിരുമേനി മണത്തവർ ഇരുജകമിൽ താരം. അള്ളാഹു നമുക്കൊക്കെ ഹബീബായ തങ്ങളെ കാണാൻ ഭാഗ്യം തരട്ടെ. അവിടുത്തെ അളീമായ വജ്ഹുൽ മുനവ്വർ പരിചയപ്പെടുന്ന നല്ല ഉമ്മത്തീങ്ങളിൽ ഞങ്ങൾക്കൊരിടം തരണേ അല്ലാഹ്. അബൂ മൂസ സർഹൂനി എന്ന വലിയ പണ്ഡിതൻ രാത്രി കിടന്നുറങ്ങുമ്പോൾ അതാ വരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റഅയ്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ലൈൽ. അബൂ മൂസ സർഹൂനി പറയുകയാണ്, ഞാനൊരു രാത്രി കിടന്നുറങ്ങുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബിനെ കണ്ടു. ഞാൻ ചോദിച്ചു, നബിയേ യാ റസൂലല്ലാഹ് മാദാ തഖൂലു ഫീ അമലിൽ വലായിമി ഫിൽ മൗലിദി. ഞങ്ങളെ നാട്ടിലൊക്കെ മൗലിദ് വിപുലമായി സംഘടിപ്പിച്ചിട്ട് അവിടെ ആളുകളെ ഒരുമിച്ച് കൂട്ടി അല്ലാഹുവിന്റെ ഹബീബേ തങ്ങളുടെ പേരിൽ മൗലിദ് പാരായണം ചെയ്ത് വലിയ ആഹ്ലാദത്തോടെ ഭക്ഷണം വിതരണം ചെയ്ത് തങ്ങളുടെ പേരിൽ മൗലിദ് സംഘടിപ്പിക്കുന്ന ഒരു ഏർപ്പാട് ഞങ്ങളുടെ നാട്ടിൽ വ്യാപകമാണു നബിയേ. അതിനെക്കുറിച്ച് തങ്ങളുടെ അഭിപ്രായമൊന്നു പറയൂ നബിയേ. ഖിയാമത്ത് നാൾ വരെ വരുന്ന മുസൽമാന്റെ രോമമെടുത്ത് പിടിക്കുന്ന ഒരു മറുപടി ലോകത്തിന്റെ നേതാവെന്ന് അബൂ മൂസ സർഹൂനി എന്ന പണ്ഡിതനോട് പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, യാ അബാ മൂസ മൻ ഫരിഹ ബിനാ ഫരിഹനാ ബിഹി മുഹമ്മദുർ റസൂലുള്ളാഹ്
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ല് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. ഉറക്കെ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം. എത്ര സന്തോഷമുള്ള മറുപടിയാണ്, ശ്രദ്ധിക്കണം. മൻ ഫരിഹ ബിനാ യാ അബാ മൂസ, നമ്മുടെ കാര്യത്തിൽ ആരെങ്കിലും സന്തോഷിച്ചാൽ അവരുടെ കാര്യത്തിൽ നമുക്കും വലിയ സന്തോഷമാണ്. ആ സന്തോഷമാണ് ഒരു മുസൽമാന് ലഭിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം. ഒരു നിമിഷമെങ്കിലും അല്ലാഹുവിന്റെ ഹബീബ് അവിടുത്തെ ഉമ്മത്തിലെ മെമ്പർമാരായ നമ്മളെ കുറിച്ച് സന്തോഷിച്ചാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് രക്ഷപ്പെടാൻ വകുപ്പുണ്ട്. പടച്ചവനെ, ഞങ്ങളുടെ ഈ സകലമാന പ്രവർത്തനങ്ങളും നിന്റെ ഹബീബിന്റെ ഒരു നിമിഷത്തെ, നിന്റെ ഹബീബിന്റെ കൽബിലെ സന്തോഷത്തിന് വേണ്ടിയുള്ള പ്രയത്നങ്ങളും പ്രയാണങ്ങളുമാണല്ലാ. അവിടുത്തെ സന്തോഷം കൊണ്ട് ഞങ്ങളെ ആയുസ് പൊന്നാക്കി തരണേ അല്ലാ. അതാണ് നമുക്ക് ആയുസ്സിൽ ലഭിക്കേണ്ടത്. അപ്പൊ പിന്നെ നമുക്കൊക്കെ പുതിയ കാലത്ത് കുറെ സംശയങ്ങളാണ്. നമ്മൾ ഇവിടെ നിന്ന് മൗലിദ് ഓതിയാൽ നമ്മുടെ നേതാവ് മദീനയിൽ കിടക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എങ്ങനെ അറിയാനാണ് അല്ലേ? പഴയ കാലത്ത് അങ്ങനെയൊന്നും സംശയമില്ല. അശ്റഖ ബൈത്ത് ചെല്ലുമ്പോൾ എഴുന്നേറ്റ് നിൽക്കലുണ്ട്. എന്താണ് അതിന്റെ അടിസ്ഥാനം? ഉസ്താദുമാരും വലിയ ആലിമീങ്ങളൊക്കെ സദസ്സിലിരിക്കുന്നുണ്ട്, പേടിയുണ്ട് ഇവിടെ എണീറ്റ് നിൽക്കാൻ. അള്ളാഹു ആലിമീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഇൽമിലും ഖിദ്മയിലും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അവരുടെ ഹക്ക് കൊണ്ട് അള്ളാഹു നമുക്കും പരിശുദ്ധ ദീനിന്റെ ഖിദ്മയിലായി ദീർഘകാലം ജീവിക്കാൻ തൗഫീഖ് തരട്ടെ. അശ്റഖ ബൈത്ത് ചെല്ലുമ്പോൾ എന്തിനാണ് നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നത്? അതിന്റെ അടിസ്ഥാനം നമ്മുടെ ഉസ്താദുമാര് പഠിപ്പിക്കുന്നത് എന്താണെന്നറിയോ? അശ്റഖ എന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നേരിട്ട് ഒരടിമക്കുള്ള സംസാരമാണ്. തങ്ങളോട് നേരെ സംസാരിക്കുകയാണ്. അങ്ങനെ ഉമ്മത്തിലെ മെമ്പർമാര് സംസാരിക്കുമ്പോ അള്ളാന്റെ ഹബീബിന്റെ ഉമ്മത്തിലെ മെമ്പർമാർ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി മൗലിദ് ഓതിയാൽ ഒരു തെമ്മാടിയായ മനുഷ്യനാണ് മൗലിദ് ഓതുന്നതെങ്കിലും ഉമ്മത്തിൽ ഒരു മെമ്പറാണോ, അവന്റെ മൗലിദിന്റെ സദസ്സിലേക്ക് അല്ലാഹുവിന്റെ ഹബീബിന്റെ തിരുനോട്ടമുണ്ടേ. ഇങ്ങനെയാണ് സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ. എവിടെയെങ്കിലും അവിടുത്തെ ഉമ്മത്തിലെ മെമ്പർമാർ ഒരുമിച്ച് കൂടി മൗലിദ് ഓതിയാൽ ആ സദസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനോട്ടമുണ്ട്. പോരാ, അദബുള്ള സദസ്സാണോ, അവിടെ നബി തങ്ങളുടെ ഹുളൂറുണ്ട്, സാന്നിധ്യമുണ്ട്. അറബികളെ ദുആ ശ്രദ്ധിച്ചില്ലേ നിങ്ങൾ? അക്രിംനാ ബിഹുളൂരിഹി യാ അല്ലാഹ്. എപ്പോഴും അറബികൾ അങ്ങനെ ദുആ ചെയ്യും. അറബികൾ എന്നല്ല, ഇഷ്കിന്റെ അടിസ്ഥാനം മനസ്സിലായ മലബാറിലെ പൂർവകാല ഇൽമീങ്ങളുടെയും പതിവുള്ള ദായിമായ ദുആയാണത്. അക്രിംനാ ബിഹുളൂരിഹി യാ അല്ലാഹ്. പടച്ചവനെ, നിന്റെ ഹബീബായ തങ്ങളുടെ സാന്നിധ്യം കൊണ്ട്, അവിടുത്തെ ഹുളൂർ കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ, ഞങ്ങളെ ബഹുമാനരാക്കണേ അല്ലാഹ്. എന്താണ് ഈ ദുആയുടെ അടിസ്ഥാനം? ഇപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് ഇപ്പോൾ ഉമ്മത്തുമായി എങ്ങനെ ബന്ധപ്പെടുന്നു എന്ന ചോദ്യത്തിന്, എങ്ങനെ ഇപ്പോൾ ഈ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുതിയ കാലത്ത് അവിടുത്തെ ഉമ്മത്തിലെ മെമ്പർമാരുമായുള്ള ബന്ധം എങ്ങനെയാണ്? ലോകം തലകുനിച്ച പണ്ഡിത ലോകത്തെ കുലപതി ഇമാം ഇബ്നു ഹജർ തങ്ങളുടെ ഫത്വയുണ്ട്. ഇപ്പയും നല്ല നല്ല സദസ്സുകളിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യഹ്ളുറു, അവിടുത്തെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് ആ മൗലിദ് ഓതുമ്പോ ബഹുമാനത്തോടെ മണിക്കൂറുകൾ ചെലവഴിച്ചാലും അവിടുത്തെ സാന്നിധ്യമുള്ള സദസ്സിലാണോ ഇരിക്കുന്നതെന്ന അതബോടെ ഇരിക്കണമെന്ന് വന്യരായ നമ്മളെ ഉസ്താദുമാര് നമ്മളെ പഠിപ്പിച്ചത്. സുബ്ഹാനല്ലാഹ്.
ഇപ്പോഴാണ് അതിലൊക്കെ സംശയം ജനിച്ചത്. എന്നാലും അൽഹംദുലില്ലാഹ് ഒന്നിരായ താജുൽ ഉലമ ഉള്ളാളത്തുപ്പാപ്പാന്റെ ആണ്ടിന്റെ മാസമാണ്. അള്ളാഹു അവിടുത്തെ ദർജയേറ്റി കൊടുക്കട്ടെ. സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. അവിടുത്തെ കീഴിൽ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരായി ജീവിക്കുന്ന നല്ല മെമ്പർമാരായ നമുക്കതിൽ സംശയമില്ല. അശ്റഖ ചെല്ലുമ്പോ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നതിന്റെ അടിസ്ഥാന കാരണം പറയുന്നത് അള്ളാന്റെ ഹബീബിനോട് ഉമ്മത്തിലെ മെമ്പർമാർ എഴുന്നേറ്റ് നിന്ന് സങ്കടം പറയുന്ന ഒരു സ്ഥലത്ത് അവിടുത്തെ സാന്നിധ്യത്തിന് സാധ്യത കൂടുതലാണ്. അവിടുത്തെ സാന്നിധ്യമുള്ള നബിതങ്ങൾ വന്ന ഒരു സദസ്സിൽ ഇരിക്കുന്നത് അദബകേടാകുമോ എന്ന് വിചാരിച്ചിട്ടാണ് അള്ളാന്റെ ഹബീബിന്റെ പേരിൽ മൗലിദ് ഓതുമ്പോ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നതെന്ന് അതിന്റെ അടിസ്ഥാന കാരണമായി ഉസ്താദുമാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ടേ. എവിടെ മൗലിദ് ഓതിയാലും ഒറ്റക്കിരുന്നൊരു മൗലിദിന്റെ കിതാബ് എടുത്ത് നമ്മുടെ വീട്ടിൽ നിന്ന് ഒന്നുറക്കെല്ലാരും ചൊല്ലി മദീനയിൽ അല്ലാഹു നമ്മുടെ മൗലിദ് എത്തിച്ചു കൊടുക്കട്ടെ. ഉറക്കെ ചൊല്ലിയത് മൗലിദിന്റെ സമാപന സദസ്സാണ്. മക്കളൊക്കെ ഉറക്കെ ചൊല്ലി കൽബുദൂർ ബൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി. ഉമ്മത്തിൽ ഒരു മെമ്പർ ഏതെങ്കിലും ഒരു മൂലയിലിരുന്നൊരു മൗലിദിന്റെ കിതാബ് എടുത്തൊരു ഹദീസ് ചൊല്ലിയാൽ, ഒരു വരി ചൊല്ലിയാൽ നേതാവായ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയാതിരിക്കില്ല. ഉമ്മത്തിൽ ഒരുവന്റെ വേദന സഹിക്കുവാൻ അങ്ങേക്കു മനം വരില്ല. ഉമ്മത്തിൽ ഒരുവനെന്നതല്ലാതെ വേറെനിക്ക് അർഹതയൊന്നുമില്ല, അർഹതയൊന്നുമില്ല. എല്ലാരും എന്നെ നീ വേണ്ടെന്നു വീതിച്ചാലും അങ്ങനെ കൈവിടല്ല. ഇല്ലാരും വേറെനിക്ക്, ഇല്ലാരും വേറെനിക്ക് അങ്ങല്ലാതെ തുണക്ക്. ഖുദ് ബിയദി റഹ്മത്തല്ലാഹ്, ഖുദ് ബിയദി റഹ്മത്തല്ലാഹ്. ഉമ്മത്തിൽ ഒരുവന്റെ വേദന സഹിക്കുവാൻ അങ്ങേക്കു മനം വരില്ല. ഉമ്മത്തിൽ ഒരുവനെന്നതല്ലാതെ വേറെനിക്ക് അർഹതയൊന്നുമില്ല. കരളിന്റെ കഷ്ണങ്ങളായ മുഅ്മിനീങ്ങളെ, വിശ്വാസത്തിന് തകരാറ് വേണ്ട. നബിതങ്ങൾ അറിയാത്ത ഒരു മൗലിദിന്റെ സദസ്സില്ല. തങ്ങൾ വരാത്ത, തങ്ങളുടെ സാന്നിധ്യമില്ലാത്ത അദബുള്ള മൗലിദിന്റെ സദസ്സില്ല. നമ്മളുടെ മൗലിദ്, നമ്മളുടെ ഭക്ഷണ വിതരണം, നമ്മുടെ പായസ വിതരണം, തെരുവീതിയിൽ പരിശുദ്ധ ദീനിന്റെ ശത്രുക്കൾ എത്ര കടിച്ചു കീറിയാലും, സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ആയിരക്കണക്കിന് കമന്റുകൾ എഴുതിയാലും പരിശുദ്ധ ദീനിന്റെ അടിസ്ഥാനത്തിന് തകരാറില്ല. നബിതങ്ങൾ ഇന്നും കമാഹു ഹയ്യുൻ, സുയൂത്തി ഇമാം അവിടുത്തെ ഗ്രന്ഥത്തിൽ പറഞ്ഞത് കമാഹു ഹയ്യുൻ, തങ്ങൾ എങ്ങനെയാണോ ഹയാത്തുള്ള കാലത്ത് ഇത്തരം സംഗതികളിൽ ബന്ധപ്പെട്ടത്, സമാനമായ അവസ്ഥയിൽ ഉമ്മത്തിലെ സകല മെമ്പർമാരുടെയും സകല പ്രവർത്തനങ്ങളും അല്ലാഹുവിന്റെ ഹബീബ് കാണുന്നുണ്ടേ. നമ്മൾ നടത്തിയ ചെറിയ മൗലിദ്, നമ്മൾ നടത്തിയ വലിയ മൗലിദ്, സാമ്പത്തിക ഞെരുക്കമുള്ളത് കൊണ്ട് മൗലിദ് ചെറുതാക്കിയത്, അള്ളാഹു നിഅമത്ത് തന്ന സമയത്ത് മൗലിദ് വിപുലമാക്കിയത്, എല്ലാം മദീനയിൽ റിപ്പോർട്ടുണ്ടേ.
അറിയുമോ നിങ്ങൾക്ക്? ഡൽഹിയിൽ കഴിഞ്ഞു പോയൊരു പണ്ഡിതനുണ്ട്, ഷാഹു വലിയുല്ലാഹി ദഹ്ലവി എന്നാണ് ആ മഹാന്റെ പേര്. ദുർറുസമീൻ എന്നൊരു ഗ്രന്ഥമുണ്ട് അവർക്ക്. ഇന്ത്യയിലെ പണ്ഡിതന്മാരുടെ പരമ്പര പോയി മുട്ടുന്നത് ഷാഹു വലിയുല്ലാഹി ദഹ്ലവി എന്ന പേരുള്ള വലിയ മഹാനിലേക്കാണ്. അവരുടെ ബാപ്പയുണ്ട് അബ്ദുറഹീം ദഹ്ലവി. രണ്ടുപേരും പർവ്വത സമാനരായ ആലിമീങ്ങളാ. ഇന്ത്യയിലെ ആലിമീങ്ങളുടെ പരമ്പര പോയി മുട്ടുന്ന മഹാനാണ് ഷാഹു വലിയുല്ലാഹ്. അവിടുത്തെ ദുർറുസമീൻ എന്ന ഗ്രന്ഥത്തിൽ മഹാനവറുകൾ ഒരു ചരിത്രം പറയുന്നുണ്ട്. എന്താണ് ചരിത്രം? സുബ്ഹാനല്ലാഹ്. മഹാൻ പറയുകയാണ്, എന്റെ ബാപ്പ അബ്ദുറഹീം ദഹ്ലവി എല്ലാ വർഷവും ഡൽഹിയിലെ ഗ്രാൻഡ് മൗലിദ് സംഘടിപ്പിക്കുന്ന വലിയ മഹാനാ. വലിയ മഹാനാണ്. അവരുടെ വീട്ടിൽ എല്ലാ വർഷവും റബീഉൽ അവ്വലാകുമ്പോ വലിയ മൗലിദിന്റെ സദസ്സുണ്ടാകും. ആ മൗലിദിന്റെ സദസ്സിൽ ധാരാളം ആളുകൾ പങ്കെടുക്കാറുണ്ട്. എല്ലാ വർഷവും ഡൽഹിയിലെ ഗ്രാൻഡ് മൗലിദ് സംഘടിപ്പിക്കുന്ന അബ്ദുറഹീം ദഹ്ലവി എന്ന മഹാൻ, അവരുടെ വീട്ടിലെ മൗലിദിൽ ഡൽഹിയിലെ പണക്കാരുണ്ട്, പണ്ഡിതരുണ്ട്, സാമൂഹിക നേതാക്കളുണ്ട്. ഡൽഹിയിലെ പൊതുജനങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന വിപുലമായ മൗലിദ് നടത്തുന്ന പ്രസിദ്ധനായ മൗലിദിന്റെ ഉടമയാണ് അബ്ദുറഹീം ദഹ്ലവി എന്ന പണ്ഡിതൻ. ആ പണ്ഡിതന്റെ മകനാണ് ഷാഹു വലിയുല്ലാഹ്. എല്ലാ വർഷവും റബീഉൽ അവ്വൽ ആകുമ്പോഴേക്ക് മൗലിദിന്റെ ആരവങ്ങൾ നടക്കുന്ന വീടാണ് അബ്ദുറഹീം ദഹ്ലവിയുടെ വീടിന്റെ തിരുമുറ്റം. ഒരു വർഷം റബീഉൽ അവ്വലായി, ബാപ്പ മൗലിദിനെ കുറിച്ചൊന്നുമേ സംസാരിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. മൗലിദിനെ കുറിച്ച് ബാപ്പയുടെ സംസാരമില്ല. മൗലിദിന്റെ ഡേറ്റില്ല, പന്തലില്ല, ഭക്ഷണമില്ല, ആരവമില്ല, ജനങ്ങളെ ക്ഷണിക്കലില്ല. ഡൽഹിയിലെ ഗ്രാൻഡ് മൗലിദ് സംഘടിപ്പിക്കുന്ന വീടിന്റെ മുറ്റത്ത് മൗലിദുമായി ബന്ധപ്പെട്ട ഒരു ചലനവുമില്ലാതെ ആയപ്പോ മകനായ ഷാഹു വലിയുല്ലാഹ് അതപോടെ കാത്തുനിന്ന് അല്പം ദിവസം കഴിഞ്ഞിട്ടും ഒരനക്കവും കാണാതെ ആയപ്പോ പിതാവിന്റെ അരികിൽ അതപോടെ ചെന്ന് ചോദിക്കുകയാണ്, മഹാനവറുകളെ, ഓ വന്യ പിതാവേ, ഇവിടുത്തെ വലിയ മൗലിദ് സംഘടിപ്പിക്കുന്ന ആളല്ലേ ബാപ്പാ, എന്തേ ഉപ്പാ ഈ വർഷം മൗലിദിനെ കുറിച്ചൊന്നുമേ സംസാരിക്കാത്തത് ഉപ്പാ? സുബ്ഹാനല്ലാഹ്. ബാപ്പയുടെ മറുപടി വലിയ മറുപടിയാണ്. ഞാൻ ചാലിയത്ത് ദർസിൽ പഠിക്കുന്ന കാലത്ത് നമ്മുടെ ഉസ്താദ്മാർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. വന്യരായ പകര ഉസ്താദിന്റെ ദർസിൽ ചാലിയത്ത് മുതഅല്ലിമായി പഠിക്കുന്ന കാലം, ആ കാലത്തൊരു റബീഉൽ അവ്വലിന് കുട്ടികളൊക്കെ നാട്ടിലേക്ക് ലീവിന് പോവുകയാണ്. അപ്പൊ ഒരു മുതഅല്ലിം വന്നിട്ട് അരികിൽ വന്നിട്ട് എന്തോ സംസാരിക്കാൻ ഒരുങ്ങുന്നേ ഉള്ളൂ. സംസാരം തുടങ്ങുമ്പോഴേക്ക് ഒരൊറ്റ കരച്ചില. എന്താണ് കാരണം അന്വേഷിച്ചു. സഹപാഠിയായ മുതഅല്ലിമിന്റെ മറുപടി, എല്ലാവരും നാട്ടിലേക്ക് ലീവിന് പോവുകയാണ്. പരിശുദ്ധ റബീഉൽ അവ്വലിന്റെ ലീവാണ്. ആ ലീവിൽ എല്ലാവരും അവരവരുടെ വീടുകളിൽ മൗലിദ് തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാവരും ജനങ്ങളെ, സഹപാഠികളെ ക്ഷണിച്ച് വീട്ടിൽ മൗലിദിന്റെ ഡേറ്റും സമയവും ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഈ പാവപ്പെട്ട എനിക്കൊരു മൗലിദ് നടത്താൻ എന്റെ കയ്യിൽ പണമില്ല. മൗലിദ് കബൂലായി. പണമില്ല എന്ന് പറയലോടുകൂടി ഒരു മുസൽമാന്റെ ഹൃദയത്തിലെ രോദനമറിയുന്ന നേതാവിന്റെ അരികിൽ വലിയ മൗലിദ് നടത്തിയവനായി അവൻ സ്വീകരിക്കപ്പെടുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അബ്ദുറഹീം ദഹ്ലവി എന്ന പണ്ഡിതന്റെ മറുപടി അറിയുമോ നിങ്ങൾക്ക്? മകനെ, ഡൽഹിയിലെ ഗ്രാൻഡ് മൗലിദ് നടത്തുന്ന നമ്മുടെ വീടിന്റെ മുറ്റത്തൊരു മൗലിദ് നടത്താൻ ഇക്കൊല്ലം എന്റെ കയ്യിൽ പണമില്ല. ഞാൻ വലിയ സാമ്പത്തിക ഞെരുക്കത്തിലാണ് മോനെ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ പരിശുദ്ധ റബീഉൽ അവ്വലിന്റെ ദിവസങ്ങൾ ഇങ്ങനെ കൊഴിഞ്ഞു പോയി. മൗലിദ് നടത്തുന്നവർക്ക് അതിൽ വലിയ ബഹുമാനമാണ്. റബീഉൽ അവ്വലിന്റെ 2 മാസം മുമ്പേ ചില യുവാക്കളെ വിളിക്കും. എന്താ അവരുടെ പ്രശ്നം? അവര് വീട്ടിലെ മൗലിദിന് ഡേറ്റ് ഫിക്സ് ചെയ്യുകയാണ്. അള്ളാന്റെ ഹബീബിനോടുള്ള ബഹുമാനമാണ്.
റബീഉൽ അവ്വലിന്റെ 2 മാസങ്ങൾക്ക് മുമ്പേ സ്ഥിരമായി റബീഉൽ അവ്വലിന്റെ മൗലിദിന്റെ ഡേറ്റ് തീരുമാനിക്കാൻ വിളിക്കുന്ന സമ്പന്നരായ യുവാക്കളെ എനിക്ക് പരിചയമുണ്ട്. അത് ബഹുമാനം കൊണ്ടാണ്, അള്ളാന്റെ ഹബീബിനോടുള്ള മഹബ്ബത്താണ്. പടച്ചവനെ, സ്വാദിഖായ ഒരു മഹബ്ബത്ത് ഞങ്ങളെ കൽബിലുമേറ്റി തരണേ അല്ലാ. ഉറക്കെ ചൊല്ല് സ്വലാത്തുൻ വ തസ്ലീമുൻ വ അസ്കാ തഹിയതി. മൗലിദിനോട് ബഹുമാനമുണ്ടെങ്കിൽ അങ്ങനെയാണ് ഇരിക്കട്ടെ. അബ്ദുർ റഹീം ദഹ്ലവി എന്ന പണ്ഡിതന്റെ വീട്ടുമുറ്റത്ത് നടക്കുന്ന മൗലിദ് നടത്താൻ പണമില്ല എന്നതാണ് മൗലിദിനെ കുറിച്ച് സംസാരിക്കാത്തതിന്റെ കാരണം പറഞ്ഞത്. ആ വലിയ മഹാൻ റബീഉൽ അവ്വലിന്റെ അവസാന ഘട്ടം വരെ കാത്തു നിൽക്കുകയാണ്. അവസാന സമയമായിട്ടും തന്റെ കയ്യിൽ പണമില്ലാതെയായപ്പോ പ്രിയപ്പെട്ട വിശ്വാസികളെ, അബ്ദുർ റഹീം ദഹ്ലവി എന്ന പണ്ഡിതൻ അയൽവാസികളായ വിരലിലെണ്ണാവുന്ന അല്പം ആളുകളെ മാത്രം വിളിച്ചു വരുത്തുകയാണ്. ആരവത്തോടെ മൗലിദ് നടക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഡൽഹിയിലെ വലിയ തറവാട്ടുകാരനായ പണ്ഡിതനായ കുലപതിയായ അബ്ദുർ റഹീം ദഹ്ലവിയുടെ വീടിന്റെ മുറ്റത്ത് ഇപ്രാവശ്യം വലിയ മൗലിദില്ല. റബീഉൽ അവ്വലിന്റെ അവസാന ഘട്ടത്തിൽ വീടിന്റെ കൊലായിലിരുന്ന് അയൽവാസികളായ വിരലിലെണ്ണാവുന്ന അല്പം ആളുകളെ മാത്രം വിളിച്ചു വരുത്തിയിട്ട് അബ്ദുർ റഹീം ദഹ്ലവി ചെറിയ ഒരു മൗലിദ് നടത്തുകയാണ്. അത് ചെറിയ മൗലിദല്ല, അത് വലിയ മൗലിദാണ്, ഘനമുള്ള മൗലിദാ. മകൻ ഷാഹ് വലിയുള്ള അവിടുത്തെ ദുർറുസമീൻ എന്ന ഗ്രന്ഥത്തിൽ പറയുകയാണ്, ആ വർഷത്തെ മൗലിദ് കഴിഞ്ഞ് ഒരു ഭക്ഷണം കൊടുക്കാൻ പോലും എൻ്റെ ഉപ്പാന്റെ കയ്യിൽ പണമില്ല. അങ്ങനെ എൻ്റെ ഉപ്പ ഡൽഹിയിൽ നിന്ന് കിട്ടുന്ന കടലക്ക കൊണ്ടുള്ളൊരു പലഹാരം വാങ്ങിച്ച് ആ പലഹാരമാണ് ആ വർഷം മൗലിദ് കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്നവർക്ക് കൊടുക്കുന്നത്. മൗലിദിന്റെ ഭക്ഷണമില്ല. മൗലിദോതി പിരിഞ്ഞു പോകുന്ന അയൽവാസികൾക്ക്, വിരലിലെണ്ണാകുന്ന അല്പം പേർക്ക് കടലക്ക കൊണ്ടുള്ളൊരു പലഹാരം കൊടുത്തിട്ട് ഹസീൻ ഹസീൻ അബ്ദുർ റഹീം ദഹ്ലവി എന്ന പണ്ഡിതൻ ഇങ്ങനെ കരയുകയാണ്. പടച്ചവനെ, ലോകത്തിന്റെ നേതാവിന്റെ മൗലിദ് നടത്തിയത് ചെറുതായി പോയല്ലോ എന്ന സങ്കടത്തിൽ അബ്ദുർ റഹീം ദഹ്ലവി ഇങ്ങനെ കരയുകയാണ്. മകൻ പറയുകയാണ്, അന്ന് രാത്രി ഞാൻ ബാപ്പയുടെ അരികിൽ പോയി നോക്കിയപ്പോ ഹസീൻ ബാപ്പ ഇങ്ങനെ കരയുകയാണ്, കണ്ണീരൊലിപ്പിക്കുകയാണ്. ബഹുമാനമുള്ളവരങ്ങനെയാണ് മുഅ്മിനീങ്ങളെ. ഉള്ളാളത്തുപ്പാപ്പാന്റെ ആണ്ടിന്റെ മാസാണ് അല്ലേ? താജുൽ ഉലമ എന്ന് പറയുമ്പോ തന്നെ നമ്മുടെ രോമമെടുത്ത് പിടിക്കുകയാണ്. ചരിത്രം പറയണ്ട, പാശ്ചാത്തലം പറയണ്ട, മഹത്വം പറയണ്ട. താജുൽ ഉലമ എന്ന് പറയുമ്പോ തന്നെ നമ്മുടെ രോമമെടുത്ത് പിടിക്കുകയാണ്. എന്തേ അത്രമാത്രം ഖനമുണ്ട് ആ ഹയാത്തിന്, ആ ജീവിതത്തിന്, ആ പെരുമാറ്റത്തിന്, ആ സംസാരത്തിന്. ആയുസിന്റെ ഓരോ സെക്കൻഡുകളും വിലപ്പെട്ടതായി ജീവിച്ചത് കൊണ്ട് 95 വയസ്സ് ജീവിച്ച താജുൽ ഉലമ ഉള്ളാളത്തെ തങ്ങൾ വഫാത്തായി കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടും താജുൽ ഉലമ എന്ന് പറയുമ്പോഴേക്ക് സുന്നത്ത് ജമാഅത്തിന്റെ ലക്ഷക്കണക്കിന് പ്രവർത്തകരുടെ രോമമെടുത്ത് പിടിക്കാൻ മാത്രം, അവരുടെ സിരകളിൽ രക്തം തിളക്കാൻ മാത്രം ഒരായുസിന്റെ ഊർജമുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഉള്ളാളത്തുപ്പാപ്പാന്റെ അവസാന കാലഘട്ടത്തിലും മൗലിദിന്റെ സദസ്സിൽ വന്നിരുത്തിയാൽ, നമ്മളെ ഉസ്താദ്മാര് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഉള്ളാളത്തെ തങ്ങൾക്ക് സമയം വൈകുമോ എന്ന് വിചാരിച്ചിട്ട്, താജുൽ ഉലമയുടെ രോഗം പേടിച്ചിട്ട്, ഉള്ളാളത്തെ തങ്ങൾക്ക് പ്രയാസമാകുമോ എന്ന് കരുതിയിട്ട് 1 ഹദീസോ 2 ഹദീസോ 3 ഹദീസോ മൗലിദോതി ഓതുന്ന ഉസ്താദ്മാരും മെല്ലെ ഒന്ന് പതുങ്ങും, തങ്ങളെ ഒന്ന് നോക്കാൻ. തങ്ങൾക്ക് വലിയെങ്കിൽ പ്രയാസമുണ്ടെങ്കിൽ മൗലിദ് അവസാനിപ്പിക്കാമെന്ന നിലക്ക്. പക്ഷേ
കൈപിടിച്ച് താങ്ങി കൊണ്ടുവന്നിരുത്തിയ താജുൽ ഉലമ ഉള്ളാളത്ത് തങ്ങൾ 1, 2, 3, 4, 5 ഹദീസ് കഴിഞ്ഞിട്ടും എടാ നിങ്ങൾക്ക് വൈകിയല്ലേ എന്ന് ഓതുന്ന ഉസ്താദുമാരുടെ മുഖത്ത് നോക്കി ഗർജിച്ച് ചോദിക്കുകയല്ലാതെ അവർക്ക് വൈകിയിട്ടില്ല. മണിക്കൂർ പ്രശ്നമല്ല, രോഗം തടസ്സപ്പെടുത്തുന്നില്ല, ആരോഗ്യത്തിനൊരു പ്രതിസന്ധിയുമില്ല. ആ ഉള്ളാളത്തെ തങ്ങളെ മൗലിദിന്റെ സദസ്സിലിരുന്ന് ഇങ്ങനെ പമ്പ് ചെയ്യുന്നത് പോലെ കണ്ണീര് കുത്തിയൊലിപ്പിച്ച മഹാനാണ്. പടച്ചവനെ, അവരോടൊക്കെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ കൽബിലും ഒരു യഥാർത്ഥ ഇഷ്കും മഹബത്തും നീ ഏറ്റിത്തരണേ അല്ലാ. രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു മഹബത്തിന്റെ അഹ്ലുകാരായി ഞങ്ങളെയും കബൂലാക്കി തരണേ അല്ലാ. ദുർറുസമീൻ എന്ന ഗ്രന്ഥത്തിൽ ഷാഹ് വലിയുള്ള പറയുകയാണ്, മൗലിദ് കഴിഞ്ഞ് കടലക്ക കൊണ്ടുള്ള പലഹാരം കൊടുത്ത ആളുകളെ പിരിച്ചുവിട്ടതിന് ശേഷം രാത്രി എന്റെ ഉപ്പാന്റെ അരികിൽ പോയി നോക്കിയപ്പോ ബാപ്പ ഇങ്ങനെ കരയുകയാണ്, സങ്കടപ്പെട്ടിരിക്കുകയാണ്. സംസാരമില്ല. പടച്ചവനെ, എൻ്റെ വീട്ടിലെ മൗലിദ് ചെറുതായി പോയല്ലോ എന്ന നിലക്കാണ്. അങ്ങനെ മകൻ പറയുകയാണ്, ഞാൻ പോയി കിടന്നുറങ്ങി. രാവിലെ എൻ്റെ ഉപ്പാന്റെ അവസ്ഥക്ക് വല്ല മാറ്റവുമുണ്ടോ എന്ന നിലക്ക് സുബിഹി കഴിഞ്ഞ് ഞാൻ പോയി നോക്കിയപ്പോ അൽഹംദുലില്ലാ കരളിന്റെ കഷ്ണങ്ങളായ മുഅ്മിനീങ്ങളെ, 40 ദിവസത്തെ മൗലിദിന്റെ സമാപന സദസ്സിന് വേണ്ടി ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട ഉമ്മമാരെ, 1.5 മാസക്കാലം നാട്ടിലും വീട്ടിലും പള്ളിയിലും ഞെക്കിയും ഞെരുങ്ങിയും ഉള്ള സമ്പത്ത് കൊണ്ട് അധ്വാനം കൊണ്ട് മൗലിദിന് വേണ്ടി സമയം ചെലവഴിച്ച സുന്നത്ത് ജമാഅത്തിന്റെ കറകളഞ്ഞ പ്രവർത്തകരെ, സമ്പത്തില്ലാത്തതിന്റെ പേരിൽ മൗലിദ് നടത്താൻ കഴിയാതെ വേദനിച്ച് പള്ളിയിലെ മൗലിദിന്റെ കൂടെ വരികൾ ഏറ്റുപാടിയ മഹബത്തുള്ള വിശ്വാസികളെ, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. സുബ്ഹിക്ക് പോയി നോക്കിയപ്പോൾ ഡൽഹിയിലെ ഗ്രാൻഡ് മൗലിദ് കഴിക്കുന്ന പണ്ഡിത തറവാട്ടിലെ കുലപതി അബ്ദുറഹീം ദഹ്ലവി വലിയ സന്തുഷ്ടവാനാണ്. രാത്രി കരഞ്ഞുറങ്ങിയ പണ്ഡിതനാണ്. മകൻ പോയി ചോദിച്ചു, ബാപ്പാ എന്തേ ബാപ്പാ ഇത്ര സന്തോഷം? നിങ്ങൾ വലിയ ഹാപ്പിയാണല്ലോ ബാപ്പാ. ഒരു മറുപടി പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, അത്തരം മറുപടികൾ ഏറ്റുവാങ്ങാൻ നമുക്കും അല്ലാഹു ജീവിതത്തിൽ അവസരം തരട്ടെ. അബ്ദുറഹീം ദഹ്ലവി പറയുകയാണ്, മോനെ, ഇന്നലെ രാത്രി കിടന്നുറങ്ങുമ്പോ റഅയ്തുൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ ലൈൽ, ഇന്നലെ രാത്രി ഉറങ്ങുമ്പോ അതാ വരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരികിൽ വരികയാണ്. എന്നല്ല, തങ്ങളുടെ അരികിൽ വരുമ്പോ തങ്ങളുടെ കയ്യിൽ ഒരു പാത്രമുണ്ട്. എന്താണ് ആ പാത്രത്തിൽ എന്ന നിലക്ക് ഞാൻ പാളി നോക്കിയപ്പോ, മകനെ, ഞെക്കിനിറങ്ങി സാമ്പത്തിക ഞെരുക്കം കൊണ്ട് വലിയ മൗലിദില്ലാതെ വിരലിലെണ്ണാവുന്ന അയൽവാസികളെ വിളിച്ച് കടലക്ക കൊണ്ടുള്ളൊരു പലഹാരം വാങ്ങിക്കൊടുത്തില്ലേ നമ്മൾ? ആ കടലക്ക കൊണ്ടുള്ള പലഹാരം ഹബീബായ തങ്ങളുടെ കയ്യിലുള്ള പാത്രത്തിൽ ഇങ്ങനെ തിളങ്ങുന്നുണ്ട്. തങ്ങൾ എൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നുണ്ട്. മോനെ, നിന്റെ മൗലിദ് എനിക്ക് വലിയ ഇഷ്ടമായി എന്നല്ലേ ഇതിന്റെ വിവക്ഷ? എൻ്റെ കരളിന്റെ കഷ്ണങ്ങളായ മുഅ്മിനീങ്ങളെ, നമ്മുടെ മൗലിദ്, നമ്മുടെ സ്വലാത്ത്, നമ്മുടെ റാലി, നമ്മുടെ സമാപന സദസ്സ്, നമ്മുടെ പായസ വിതരണം, നമ്മുടെ ഭക്ഷണ വിതരണം, നമ്മൾ കുട്ടികൾക്ക് കൊടുത്ത നോട്ടുമാല, നമ്മളെ മക്കൾക്ക് റബീഉൽ അവ്വലിന് വാങ്ങിക്കൊടുത്ത ഡ്രസ്സ്, അതെല്ലാം അറിയുകയും അതിന് മുഴുവനും സന്തോഷം തരികയും ചെയ്യുന്നൊരു നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, തങ്ങൾ സന്തോഷിച്ചിട്ടുണ്ട്, തങ്ങൾ
തങ്ങളുടെ ദുആ ലഭിച്ചിട്ടുണ്ട്. തങ്ങൾ ആത്മാർത്ഥമായി നമുക്ക് ദുആ ചെയ്തിട്ടുണ്ട്. പടച്ചവനെ, അത് കാണാൻ പലപ്പോഴും നമ്മുടെ കണ്ണിന് കേൾപ്പില്ല എന്ന് മാത്രം, അതായുസിൽ വിട പറയുന്നതിന് മുമ്പ് അനുഭവിക്കുന്ന ഭാഗ്യവാന്മാരായി ഞങ്ങളെ കബൂലാക്കി തരണേ അല്ലാ. മുഅ്മിനീങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏത് തെമ്മാടിയായ അടിമക്കും രക്ഷപ്പെടാൻ പറ്റുന്ന ഒരമലുണ്ട്. നിങ്ങൾ നോക്ക്, ആരുടെ കയ്യിൽ നിന്നും നിരുപാധികം സ്വീകരിക്കുന്ന അമലുണ്ട്. ഏതാണ് അമല്? മൗലിദു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളെ, ചെറിയൊരു സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. തെമ്മാടിയായ മനുഷ്യന് വരെ രക്ഷപ്പെടാൻ പറ്റുന്ന അമല് മൗലിദാണ്, സ്വലാത്താണ്. റൗളത്തുൻ ബഹുമാനപ്പെട്ട ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം എന്ന ഭരണാധികാരി, ആ ഭരണാധികാരി ബഗ്ദാദ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലം, ബഗ്ദാദ് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം എന്ന ഭരണാധികാരി. അതാ രാത്രി രാജാവ് കിടന്നുറങ്ങുകയാണ്. ബഗ്ദാദ് ഭരിക്കുന്ന രാജാവ് രാത്രി കിടന്നുറങ്ങുമ്പോ ഉറക്കത്തിൽ വരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ നോക്കി, ഇമാമിങ്ങളുടെ കിതാബിൽ എത്ര രേഖയാണ്. റഅയ്തുൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ലൈൽ. എത്ര ഇമാമികളാണ് ഞാൻ രാത്രി കിടന്നുറങ്ങുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബിനെ കണ്ടു എന്ന രേഖാമൂലം എഴുതി വെച്ചത്. ലോകം മുഴുവനും അംഗീകരിച്ച എത്ര ഗ്രന്ഥങ്ങളിലാണ് അല്ലാഹുവിന്റെ ഹബീബിനെ കണ്ട സൗഭാഗ്യം വിവരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം എന്ന ഭരണാധികാരി ബഗ്ദാദ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാത്രി വരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറയുകയാണ്, അത്ലിഖിൽ ഖാതില, അത്ലിഖിൽ ഖാതില. നിങ്ങളുടെ ജയിലിൽ കൊലപാതകം ചെയ്ത ഒരാൾ കിടക്കുന്നുണ്ട്. രാജാവിനോട് നബി തങ്ങളുടെ ഓർഡറാണ്, നിങ്ങളുടെ ജയിലിൽ കൊലപാതകത്തിന്റെ പേരിൽ കിടക്കുന്ന ഒരാളുണ്ട്, അയാളെ ജയിലിൽ നിന്ന് റിലീസാക്കണേ, അയാളെ ജയിൽ മോചിതനാക്കണേ. അർദ്ധരാത്രി ഉറങ്ങുമ്പോ ഓർഡറാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അർദ്ധരാത്രി ഞെട്ടിയണീറ്റ ബഹുമാനമുള്ള അല്ലാഹുവിന്റെ ഹബീബിനെ അതിരറ്റ് സ്നേഹിക്കുന്ന രാജാവ് ജയിൽ വാർഡനെ വിളിച്ച് പരിശോധിക്കാൻ പറയുകയാണ്. ഈ ജയിലിൽ കൊലപാതകം ചെയ്ത ആരെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ അവന്റെ ലിസ്റ്റ് എടുത്ത് കൊണ്ടുവരണേ. ഞാൻ ചുരുക്കട്ടെ, അർദ്ധരാത്രി ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം എന്ന ബഗ്ദാദിന്റെ ഭരണാധികാരി പോയിട്ട് ജയില് പരിശോധിച്ചു നോക്കുമ്പോ, കൊലപാതകം ചെയ്ത ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോ അതിലൊരു ചെറുപ്പക്കാരനുണ്ട്. അവനാണ് കൊലപാതകത്തിന്റെ പേരിൽ ജയിലിൽ കിടക്കുന്നവൻ. അയാളെ കൊണ്ടുവരികയാണ്. എന്നിട്ട് രാജാവിന്റെ അരികിലേക്ക് അർദ്ധരാത്രി കൊണ്ടുവരുമ്പോ പേടിച്ച് ആ മനുഷ്യൻ ഇങ്ങനെ വന്ന് ഒരൊറ്റ ചോദ്യമാണ്, രാജാവ് മോനെ, നീ സത്യം പറഞ്ഞാൽ നിന്നെ ഞാൻ ജയിലിൽ നിന്ന് മോചിപ്പിക്കാം. ഏത് കൊലപാതകത്തിന്റെ പേരിലാണ് നീ ജയിലിൽ കിടക്കുന്നതെന്നും സത്യം പറയണം. ആ യുവാവിന്റെ മറുപടി, രാജാവേ, സത്യം പറയാം, ഞാനൊരു തെമ്മാടിയാണ്, ഞാൻ ചെയ്യാത്ത തിന്മകളില്ല, സകലമാന തെറ്റുകളുടെയും നേതൃത്വം എന്റെ കയ്യിലാണ്. ഈ നാട്ടിൽ കള്ളു കുടിക്കുന്ന, പെണ്ണ് പിടിക്കുന്ന, വ്യഭിചരിക്കുന്ന, സകല തിന്മകളും ചെയ്യുന്ന കൂട്ടാളികളുടെ ലീഡർഷിപ്പ് എന്റെ കയ്യിലാണ് രാജാവേ. അവർക്ക് മുഴുവനും സകലമാന തിന്മകൾക്കും അവസരവും ചാൻസും സാധ്യതയും ഒരുക്കി കൊടുക്കുന്ന ഒരു തെമ്മാടിയായ യുവാവാണ് രാജാവേ. വൈകാരിക ചിന്തകളുള്ള ദിവസം വ്യഭിചാരമെന്റെ പതിവാണ്. ഞങ്ങൾക്ക് സുമുഖികളായ പെൺകുട്ടികളെ വ്യഭിചരിക്കാൻ വേണ്ടി കൊണ്ടുവന്നു തരുന്ന ഒരേജന്റായ തള്ളയുണ്ട്. ആ തള്ള ഒരു ദിവസം എൻ്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, മോനെ, ഇന്ന് ഞാൻ നിനക്ക് നല്ല ചൊറുക്കുള്ള പ്രായം കുറഞ്ഞ ഒരു ചെറിയ പെൺകുട്ടിയെ കൊണ്ടുവന്നു തരാം. ഇന്ന സമയത്ത് ഇന്ന ബിൽഡിങ്ങിന്റെ താഴെ വെയിറ്റ് ചെയ്യണമെന്ന് എന്നോട് ആവശ്യപ്പെടുകയാണ്. ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്തു. സമയമായി
സമയമായപ്പോ ഏജന്റായ തള്ള ഒരു നല്ല പെൺകുട്ടിയുടെ കൈയും പിടിച്ചിട്ട് നടന്നു വരുന്നു. രാജാവേ, നിലാവിനേക്കാൾ പ്രകാശമുള്ള സൗരഭ്യമുള്ള മുഖത്തിന്റെ ഉടമയാണ്. പ്രായം കുറഞ്ഞ നല്ല ഒരു യുവതിയായ പെൺകുട്ടിയുടെ കൈയും പിടിച്ചിട്ട് ആ ഉമ്മ ഇങ്ങനെ നടന്നു വരികയാണ്. നോക്കുമ്പോ തന്നെ ലങ്കി വിളങ്ങുന്നു. രാജാവേ, എന്റെ അരികത്തേക്ക് വന്നപ്പോ ഞാൻ ആ കുട്ടിയുടെ മുഖമൊന്ന് നോക്കിയപ്പോ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണീരൊലിച്ച് വീഴുന്നു. രാജാവേ, ശരീരം ഇങ്ങനെ പിടക്കുന്നു. രാജാവേ, ഞാൻ ആ കുട്ടിയെ അരികിലേക്ക് വിളിച്ചു. അപ്പൊ ആ കുട്ടി പറഞ്ഞു, എന്നെ ഒന്നും ചെയ്യല്ല, എന്നെ ഒന്നും ചെയ്യല്ല, എന്നെ ഈ ഉമ്മ വഞ്ചിച്ചു കൊണ്ടുവന്നതാണ്, ഞാൻ സാധാരണ പെണ്ണല്ല. രാജാവേ, ഞാൻ വൈകാരിക ചിന്തയിൽ ഇങ്ങനെ നിൽക്കുന്ന ആളായതുകൊണ്ട് അതൊന്നും എനിക്ക് ഏശിയില്ല. ഞാൻ ആ കുട്ടിയുടെ കയ്യങ്ങ് പിടിച്ചിട്ട് റൂമിലേക്ക് കതക് തുറന്നു കയറി. കഥകടക്കാൻ സമയത്ത് ആ കുട്ടി ഒരട്ടഹാസമാണ്. എന്നെ ഒന്നും ചെയ്യല്ല, ഞാൻ സാധാരണ പെണ്ണല്ല. എന്നിട്ട് ആ കുട്ടി ഒരു വാക്ക് പറഞ്ഞു. രാജാവേ, ഞാൻ ആരാണെന്നറിയുമോ? ജദ്ദീ മുഹമ്മദുർ റസൂലുള്ളാഹ് വജദ്ദതി ഫാത്തിമത്തു സഹ്റാ. ഞാൻ ആരാണെന്നറിയുമോ യുവാവേ? ഞാൻ സാധാരണ പെണ്ണല്ല. അഹ്ലു ബൈത്തിലെ തറവാട്ടിൽ പിറന്ന ലോകത്തിന്റെ നേതാവ് വല്യുപ്പയായ മഹദിയായ ഫാത്തിമ ഉമ്മ വല്യുമ്മയായ അഹ്ലു ബൈത്തിലെ സയ്യിദത്തായ ബീവിയായ ഒരു പെൺകുട്ടിയാണ്. എന്നെ ഒന്നും ചെയ്യല്ല. കരളിന്റെ കഷ്ണങ്ങളായ മുഅ്മിനീങ്ങളെ, ആ യുവാവിന്റെ മറുപടി, രാജാവേ, ഞാൻ തെമ്മാടിയാണ്. ആ സെക്കൻഡിലും ഞാൻ വൈകാരിക ചിന്തയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ജദ്ദീ മുഹമ്മദുർ റസൂലുള്ളാഹ്, എന്റെ നേതാവിന്റെ പേര് പറഞ്ഞപ്പോ എന്റെ രക്തം തിളച്ചു. രാജാവേ, എന്റെ മഹബത്ത് വർദ്ധിച്ചു. രാജാവേ, എന്റെ ഈമാൻ പടച്ചു. രാജാവേ, എല്ലാ ദിവസവും വ്യഭിചരിക്കുന്ന തെറ്റുകാരനായ എനിക്ക് റസൂലുള്ളാന്റെ പേരമകളെന്ന് കേട്ടപ്പോ ബഹുമാനം വന്നു. രാജാവേ, ഞാൻ പറഞ്ഞു, മോളെ, നീ പേടിക്കണ്ട, നിന്നെ ഒന്നും ചെയ്യില്ല, നിങ്ങളെ സുരക്ഷിതമായി വീട്ടിലെത്തിച്ചിട്ടേ ഞാൻ അടങ്ങൂ എന്ന് ഞാൻ വാക്കുകൊടുത്തു. അങ്ങനെ ആ കുട്ടിയോട് അല്പസമയ സംസാരത്തിന് ശേഷം ഞാൻ കതക് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കി. അപ്പൊ എന്റെ പാർട്ട്ണർമാര് മുഴുവനും എന്റെ ശേഷം വേണ്ടാവൃത്തി ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞാൻ അവരോട് പറഞ്ഞു, മക്കളെ, ഇത് സാധാരണ പെണ്ണല്ല, ഈ പെണ്ണിനെ തൊടാൻ വകുപ്പില്ല. അവര് പറയാൻ തുടങ്ങി, ഓ, നിന്റെ ആഗ്രഹം കഴിഞ്ഞല്ലേ, അപ്പൊ പിന്നെ സാധാരണ പെണ്ണല്ല അല്ലേ, ഇതൊരു ചെറുപ്പക്കാരിയായ പെണ്ണായതുകൊണ്ട് നിനക്ക് മാത്രം തൊടാനുള്ളതാണല്ലേ. ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി. രാജാവേ, സത്യമാണ്, സത്യമാണ്, കുന്നോളം പാപമുണ്ട്, വന്നതാണതെല്ലാം, എന്നാലും യാ നബിയേ സ്നേഹമുണ്ട് വല്ലാഹ്, സ്നേഹമുണ്ട് വല്ലാഹ്, സ്നേഹമുണ്ട് വല്ലാഹ്. ഇതല്ലാന്റെ ഹബീബിന്റെ മകളാണ്. ഞാൻ തെമ്മാടിയാണെങ്കിലും റസൂലുള്ളാന്റെ മകളെ വ്യഭിചരിക്കാൻ ഞാനില്ലെന്ന് മാത്രമല്ല, എന്റെ തൊണ്ടക്കുയിൽ റൂഹുള്ള കാലത്തോളം ലോകത്തിന്റെ നേതാവിന്റെ മകളെ വ്യഭിചരിക്കാൻ നിങ്ങളിൽ ഒരാളെയും ഞാൻ സമ്മതിക്കില്ല എന്ന് ഞാൻ ഉറക്കെ പ്രഖ്യാപനം നടത്തി. അവരെ മുഴുവനും ഞാൻ തട്ടിമാറ്റി വിദൂരത്താക്കി. അവസാനം എന്റെ ഉറ്റ ചങ്കായ പ്രിയപ്പെട്ട പാർട്ട്ണർ, അവൻ എത്ര പറഞ്ഞിട്ടും വിട്ടു നിൽക്കാതെ ഈ കുട്ടിയുടെ പിറകെ കൂടി എന്റെ കയ്യിൽ നിന്ന് അള്ളാന്റെ ഹബീബിന്റെ പേരമകൾ അവൻ കേറി പിടിക്കുമെന്ന് എനിക്ക് ഉറപ്പായപ്പോ എന്റെ അരയിൽ ഒരു കടാരയുണ്ടായിരുന്നു. ആ കടാര എടുത്തിട്ട് ഞാൻ പറഞ്ഞു, മനുഷ്യ, റസൂലുള്ളാന്റെ മകളെ തൊട്ടാൽ നിന്നെ ഞാൻ കൊന്നുകളയുമെന്ന് അവനിക്ക് വാണിങ് കൊടുത്തു. പക്ഷേ അവന് വിട്ടു നിന്നില്ല. അവസാനം
ഞാൻ എത്ര പറഞ്ഞിട്ടും കേൾക്കാതെ ലോകത്തിന്റെ നേതാവിന്റെ മകളെ എന്റെ കയ്യിൽ നിന്നൊരാള് കേറി പിടിക്കുമെന്ന് എനിക്ക് ഉറപ്പായപ്പോ രാജാവേ, എനിക്ക് റസൂലുള്ളാഹിനെ ഓർമ്മ വന്നു. രാജാവേ, തമ്മാടിയായ എനിക്ക് മദീനയിൽ കിടന്ന് കോടാനക്കോടി മുസൽമാന്റെ ഹൃദയാന്തരങ്ങളെ നിരീക്ഷിക്കുന്ന ലോക നേതാവിനോടുള്ള ബഹുമാനം തളച്ചു കയറി. രാജാവേ, ഫാസിഖായ എന്റെ കൽബിലും മഹബത്തിന്റെ കണിക പൂണ്ടു. രാജാവേ, കടാര എടുത്തിട്ട് റസൂലുള്ളാഹിന്റെ മകളെ എന്റെ കയ്യിൽ നിന്നവൻ കേറി പിടിക്കുമെന്ന് ഉറപ്പായപ്പോ അല്ലാഹുവിന്റെ ഹബീബിനെ ഓർത്തിട്ട് കടാര കൊണ്ടൊരു കുത്തു കൊടുത്തു. രാജാവേ, അതിലവന് പെടഞ്ഞു വീണു മരിച്ചുപോയി. രാജാവേ, ഞാൻ അഹ്ലു ബൈത്ത് തറവാട്ടിലെ ബീവിയായ സയ്യിദത്തിനെ സുരക്ഷിതമായി വീട്ടിലെത്തിച്ചു പോയി. ഇതാണ് ഞാൻ ചെയ്ത തെറ്റു. രാജാവേ, രാജാവ് ഫബക്കത്ത് ഐനാ, രണ്ട് കണ്ണും നിറഞ്ഞിട്ട് പറയുന്നു, മോനെ, ഇന്നലെ രാത്രി നബിതങ്ങൾ എൻ്റെ അരികിൽ വന്നിട്ട് അത്ലിഖിൽ ഖാതില, കൊലപാതകം ചെയ്തവനെ മോചിപ്പിക്കണേ എന്ന് നബിതങ്ങൾ എന്നോട് പറഞ്ഞു. മോനെ, മുഅ്മിനീങ്ങളെല്ലാവരും ഒരു 5 മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? നമുക്കല്പം സ്വലാത്ത് ചൊല്ലി അവസാനിപ്പിച്ച് മദീനയിലേക്ക് കൽബ് തിരിക്കാൻ പറ്റുന്ന നല്ല മൗലിദ് ഓതുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എത്തിയിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിൽ മൗലിദിന്റെ സദസ്സ് നടക്കാനിരിക്കുകയാണ്. സ്വലാത്തുൻ വ തസ്ലീമുൻ, ഒന്ന് ചേർന്ന് നിൽക്കി. വാസികാ തഹിയതി മുഖ്താരി ഖൈരിൽ ബരിയതി. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു ദിവസം നമ്മുടെ ആയുസ്സിൽ വരാനുണ്ട്. ഏതാണ് ആ ദിവസം? യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി. പടച്ചവനെ, ഞങ്ങൾക്ക് ദീർഘായുസ്, ആഖിറം രക്ഷപ്പെടാൻ പറ്റുന്ന നല്ല അമലുകൾ ചെയ്യുന്ന, അവസാനം സാലിഹീങ്ങളുടെ പട്ടികയിൽ ചേരാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സൽഗുണമുള്ള, ഏതെങ്കിലും ഒരു ക്വാളിറ്റിയുള്ള ദീർഘായുസ് അക്മലുൽ ഖൽഖായ തങ്ങളുടെ റഹ്മത്ത് കൊണ്ട് പ്രദാനം ചെയ്യണേ അല്ലാഹ്. സമപ്രായക്കാരായ 3 മുതല്ലിമീങ്ങൾ മൗലിദിന് പോകുമ്പോ സമീപ നാട്ടിലല്ലേ പെടഞ്ഞു വീണറ്റുപോയത്? അല്പ ദിവസം മുമ്പല്ലേ ഒന്നിരായ സലീം ഉസ്താദിന്റെ ദർസിലെ 24ഉം 25ഉം വയസ്സുള്ള പ്രിയപ്പെട്ട മുതല്ലിമീങ്ങൾ, പടച്ചവനെ, റസൂലുള്ളാഹിന്റെ തിരുനോട്ടമുള്ള ഖബറാക്കണേ അല്ലാഹ്. ഉഖ്റവിയായ ദറജ നൽകി സന്തോഷിപ്പിക്കണേ അല്ലാഹ്. ആ മുതല്ലിമീങ്ങളെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ പാപങ്ങളെ കരിച്ചു കളയണേ അല്ലാഹ്. ഒരു ദിവസം മഹ്ശറാ വൻസഭയിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടും. രാഷ്ട്രീയ തമ്പുരാക്കന്മാരും ഭരണാധികാരികളും ലോകത്തെ കോടാനക്കോടി ജനങ്ങളെ കൊന്നൊടുക്കിയ ധിക്കാരികളായ ഭരണാധികാരികളും ഫലസ്തീനിലെ പാവപ്പെട്ട പിഞ്ചോമനകളുടെ നെഞ്ചിന് നേരെ കടാരയും വെടിയുണ്ടയും ഉയർത്തുന്ന ധിക്കാരികൾ മുഴുവനും, സകലമാന കളിക്കാരും സകലമാന നേതൃത്വവും സകല തമ്പുരാക്കന്മാരും ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലമുണ്ട്, മഹ്ശറാ വൻസഭ. അവിടെ ഒരാളും ഒഴിഞ്ഞു മാറില്ല, ഒരാളും ഒഴിഞ്ഞു മാറില്ല. ഞാൻ മഹ്ശറയിൽ ഉണ്ടാവില്ലെന്ന് പറയാൻ ധൈര്യമുള്ള ഒരാളുമില്ല. പണ്ഡിതൻ, പണക്കാരൻ, എല്ലാ രാജ്യത്തിന്റെയും പ്രസിഡന്റുമാര്, എല്ലാ രാജ്യത്തിന്റെയും പ്രധാനമന്ത്രിമാര്, എല്ലാ മന്ത്രിമാര്, എല്ലാ ഉന്നത തസ്തികയിലുള്ളവർ, ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള സോഷ്യൽ മീഡിയ താരങ്ങൾ, എല്ലാവരും മഹ്ശറയിൽ ഉണ്ടാകും. പക്ഷേ അവിടെ എല്ലാവരും തലതാഴ്ച നിൽക്കും, എല്ലാവരും തലതാഴ്ച നിൽക്കും, എല്ലാവരും കരഞ്ഞട്ടഹസിച്ചലറി വിളിക്കും. കോടാനക്കോടി ജനങ്ങളുടെ മുമ്പിൽ ഒരാൾ 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 ഒരേ ഒരാൾ രാജകിരീടമണിഞ്ഞ് കോടാനക്കോടി ജനങ്ങളുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ അല്ലാഹ് അധികാരം കൊടുക്കുന്ന ഒരേ ഒരാൾ, ഒരേ ഒരാൾ, ഒരേ ഒരാൾ, മുഹമ്മദ്
മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രം തല ഉയർത്തി നിൽക്കുന്ന ദിവസം നമ്മളെല്ലാവരും ചെല്ലും. നബിയേ എന്ന് വിളിച്ച് കരയാത്ത ഒരാളും ഉണ്ടാകില്ല. നമ്മളെല്ലാവരും നബി തങ്ങൾ എവിടെയെന്ന് ചോദിക്കും. വലാ നാദിറുൻ ഇല്ലാ ഇലൈഹി തമൂഹു. നബി എവിടെ, നബി എവിടെ എന്ന് ചോദിച്ച് ആ ലംഘുന്ന പ്രകാശ ഗോപുരത്തിൻ്റെ അരികിലേക്ക് നമ്മളെല്ലാവരും ചെല്ലുന്നൊരു ദിവസമുണ്ട്. പടച്ചവനെ, അന്ന് അവിടുത്തെ പുഞ്ചിരി ഏറ്റുവാങ്ങുന്ന ഭാഗ്യവാന്മാരായി ഞങ്ങളെ കബൂലാക്കി തരണേ അല്ലാ. ആ ഒരു യാത്രയുടെ മുമ്പ് ഞങ്ങളെ ജീവിതത്തിൽ ഞങ്ങളെ നേതാവിന്റെ മദ്രസ കാലയളവ് മുതൽ ഞങ്ങളെ ചോരയിൽ രക്തത്തിൽ കലർന്ന അഭിലാഷമാണ് ഞങ്ങളെ നേതാവിന്റെ അലീമായ മുഖമൊന്ന് പരിചയപ്പെടാൻ. പടച്ചവനെ തൗഫീഖ് തരണേ അല്ലാ. റസൂലുള്ളാഹിയെ ഒന്ന് കാണണം, കണ്ണെടുക്കാതെ നോക്കി നോക്കി നിൽക്കണം. റസൂലുള്ളാഹിയെ ഒന്ന് കാണണം, കണ്ണെടുക്കാതെ നോക്കി നോക്കി നിൽക്കണം. അല്ലാഹുവേ, ഞങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ഞങ്ങളെ നേതാവിൻ്റെ പുഞ്ചിരിയുള്ള മുഖം പരിചയപ്പെടാതെ ഞങ്ങൾ ആയുസ് തിരിച്ചു മേടിക്കല്ലേ അല്ലാ. ഞങ്ങൾക്ക് ഇഖ്ലാസ് കുറവാണ്, ഇഷ്ക് കുറവാണ്. പക്ഷേ തെമ്മാടികൾ അല്ലാഹുവിന്റെ ഹബീബിനെ കാണുമോ എന്ന ചോദ്യത്തിന് പണ്ഡിത ലോകത്തെ കുലപതി രണ്ടഭിപ്രായമില്ലാത്ത ഇമാമുൻ നവവി തങ്ങളുടെ ഒരു ഫത്വയുണ്ട്. നഅം, അതേ, ഫാസിഖാണെങ്കിലും അവൻ ആഗ്രഹം പ്രകടിപ്പിച്ചവനാണെങ്കിൽ, നല്ല നല്ല മൗലിദിലിരുന്ന് കരഞ്ഞു ദുആ ചെയ്തവനാണെങ്കിൽ, റസൂലുള്ളാഹിനെ കാണാൻ വേണ്ടി മദ്ഹ് ചൊല്ലിയവനാണെങ്കിൽ, അവൻ ഏതെങ്കിലും ഒരു രാത്രി നബി തങ്ങളെ കാണാതിരിക്കില്ല എന്ന് നവവി ഇമാമിന്റെ ഫത്വയുണ്ട്. ആ ഫത്വയിൽ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ഈ സാധുക്കളായ മുഅ്മിനീങ്ങളുടെ ആമീന്റെ ബറക്കത്തുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു രാത്രി ഞങ്ങളെ നേതാവിന്റെ അലീമായ വജ്ഹുൽ മുനവ്വർ കാണിച്ചു തരണേ അല്ലാഹ്. അതിനിപ്പോഴൊന്നും പറ്റിയില്ലെങ്കിൽ ഒരടിമേ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സമയം സക്കറാത്തിൽ കിടക്കുമ്പോ, ഇത് മരണമാണെന്ന് ഉറപ്പാകുമ്പോ, അസ്രായീലിനെ നേരെ മുമ്പിൽ കണ്ട് ഞെട്ടിത്തരിച്ചു നിൽക്കുന്ന സമയം, പടച്ചവനെ, ആ സമയത്തെങ്കിലും ഞങ്ങളെ നേതാവിനെ കാണിച്ചു തരണേ അല്ലാഹ്. മഹമൂദുൻ നബി ചിരി തൂകിയേ, മറയില്ലാതെ ഞാനൊന്ന് നോക്കിയേ, മലക്കുൽ മൗത്ത് വന്ന് റൂഹ് നീക്കിയേ, മനുജ കോടാന കോടി തൻ്റെ പൂതിയേ, മഹബൂബുള്ള മൗത്തിനില്ല പേടിയേ, മരണമേ ഞാൻ മദീനയിലുണ്ടാകേ, മണ്ണിൽ മൂടുമ്പോൾ തങ്ങളുള്ള ബോഡിയേ, മന്നവാനി അദാബ് ഹറാമാക്കിയേ. അവസാന സമയം റസൂലുള്ളാഹിനെ കണ്ട് മരിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു മുസൽമാനുമില്ല. പടച്ചവനെ, ഇത് ഞങ്ങളുടെ അഭിലാഷമാണ്. അസ്രായീലിനെ കണ്ട് ഞങ്ങൾ ഞെട്ടിത്തരിച്ചു നിൽക്കുന്ന സമയം, ആരും ഞങ്ങളെ കൈപിടിക്കാനില്ലാത്ത സമയത്ത്, കാരുണ്യത്തിന്റെ കേദാരമായ റബീഉൽ അവ്വലിന്റെ തുടക്കം മുതൽ ഞങ്ങൾ ബഹുമാനത്തോടെ മൗലിദോദിയ മദ്രസ കാലയളവ് മുതൽ പാട്ടും ബൈത്തും സ്വലാത്തുമായി ഞങ്ങളെ ഹൃദയത്തിൽ ചേർത്ത് വെച്ച നേതാവിനെ കണ്ട് മരിക്കാൻ തൗഫീഖ് തരണേ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, അവസാനം ചില അടിമകളെ ഖബറിലേക്ക് വെക്കുമ്പോ അവരുടെ ജനാസ താങ്ങിപ്പിടിക്കാൻ ഖബറിൽ കാത്തു നിൽക്കുമത്രേ
മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് അതൊക്കെ ചോദിക്കാൻ ഞങ്ങൾക്ക് ലജ്ജയുണ്ട്, ഞങ്ങൾക്ക് പേടിയുണ്ട്. എന്നാലും ഞങ്ങൾ മരിക്കുന്ന ആദ്യ രാത്രി പടച്ചവനെ എൻ്റെ ഉമ്മത്തിലെ മൗലിദിനെ ബഹുമാനിച്ച ഇന്നാലിന്ന മെമ്പർ ഖബറിൽ വന്നിട്ടുണ്ടല്ലോ അല്ലാഹ്, അവനെ അദാബാക്കല്ലേ എന്ന് തങ്ങൾ ദുആ ചെയ്യുന്ന, തങ്ങൾ ശഫാഅത്ത് ചെയ്യുന്ന ഒരു കടത്തം ഞങ്ങൾക്ക് ഖബറിൽ തരണേ അല്ലാഹ്. മശ്റയിൽ എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ ഞാൻ അവസാനിപ്പിക്കട്ടെ. നബി തങ്ങൾ സുജൂദിൽ കിടന്ന് കരയുമ്പോൾ അല്ലാഹ് പറയുന്നു, നബിയെ കരയല്ല, തങ്ങൾ കരയുന്നത് സഹിക്കുന്നില്ല. പ്രിയപ്പെട്ട ഉമ്മത്തിലെ മെമ്പർമാരെ, അവിടെ നബി തങ്ങളുടെ ഒരു മറുപടിയുണ്ട്, അല്ലാഹ് ലാ അർലാ വവാഹിദും മിൻ ഉമ്മത്തി മിനന്നാർ. എൻ്റെ ഉമ്മത്തിലെ അവസാനത്തെ മെമ്പർ കൂടി ഈ നരകത്തിൽ നിന്നൊന്ന് കേറാതെ എനിക്ക് തൃപ്തിയല്ല അല്ലാഹ്. ആ റസൂലുള്ളാഹിന്റെ പുഞ്ചിരി തരണേ അല്ലാഹ്. അവിടുത്തെ അരികിലേക്ക് ഓടിച്ചെല്ലുമ്പോൾ അവിടുത്തെ കൈയൊന്ന് പിടിച്ച് ചുംബിക്കാൻ ഞങ്ങൾക്ക് പൂതിയുണ്ട്. ഞങ്ങളതിന് പറ്റുമോ എന്നറിയില്ല. എന്നാലും ജീവിതത്തിൽ കുറച്ചൊക്കെ മൗലിദും സ്വലാത്തും ചൊല്ലിയ ഒരു പാവപ്പെട്ട അടിമയോട് അവിടുത്തെ പാൽനില പുഞ്ചിരിയൊന്ന് തരണേ അല്ലാഹ്. ചില അടിമകൾ സിറാത്ത് പാലം കടക്കുമ്പോ സിറാത്തിന്റെ അരികിൽ കാത്തു നിൽക്കുമത്രേ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്നിട്ട് പാപം ചെയ്ത അടിമകളാണെങ്കിലും ചിലർക്ക് തങ്ങളുടെ ദുആയുണ്ട്, പടച്ചവനെ അല്ലാഹുമ്മ സല്ലിം, ഓനെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. മുസ്തജാബ് ദുആയ തങ്ങളുടെ ദുആ ലഭിച്ചവർ മുഴുവനും സിറാത്ത് പാലം കടക്കുമ്പോ ഞങ്ങളെയും കൂട്ടിത്തരണേ അല്ലാഹ്. ഒരുപാട് പാടി നടന്ന് ഒരു പാവന സ്നേഹമറിഞ്ഞ് ഒരു നാളാ തിങ്കൾ പോകാം പൂമുഖവും കണ്ട് ഒളിലെങ്കി കൽബ് നിറഞ്ഞ് ഒരുവനല്ലാവിലലിഞ്ഞ് ഒരു നല്ല വിട ചൊല്ലാൻ വിധി കൂട്ടണേ. മുത്ത് നബിയുടെ മദ്ഹുകൾ പാടിയാൽ അവസാനമില്ലെന്ന് ദോർക്കട്ടെ. മുത്തായ തങ്ങളോടൊപ്പം സ്വർഗത്തിൽ അല്ലാഹു നമ്മളെ ചേർക്കട്ടെ. ലോകത്തിന്റെ നേതാവ് ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗത്തിൽ സ്വാലിഹീങ്ങളുടെ ചവിട്ട് കിട്ടുന്ന ഒരു മൂലയിലാണെങ്കിലും, നല്ല മനുഷ്യന്മാരുടെ ചവിട്ടും കുത്തും കിട്ടുന്ന ഒരു മൂലയിലാണെങ്കിലും, അവസാനത്തെ മെമ്പറായിട്ടെങ്കിലും ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. പട്ടിണി കിടന്നപ്പയും മൗലിദ് നടത്തിയ അയൽവാസിയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടാണെങ്കിലും ഞങ്ങൾക്ക് പെരുന്നാളിന് വസ്ത്രം വാങ്ങിത്തന്ന മൗലിദിന്റെ ബഹുമാനം ഞങ്ങളെ ചോരയിൽ അടിച്ചു കയറ്റിയ ഞങ്ങളെ ഉമ്മ ഉപ്പമാർ, വല്യമ്മ വല്യുപ്പമാർ ഖബറിൽ കിടക്കുന്നവരുണ്ട്. റബ്ബേ, അവരെല്ലാവരോടും കൂടെ ലോകത്തിന്റെ നേതാവ് ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗത്തിൽ കൂട്ടം തെറ്റിക്കാതെ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ലാഹ്. ബിഹഖി യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി. നരകത്തിൽ നിന്ന് സൃഷ്ടികളെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ അധികാരമുള്ള നബി തങ്ങളെ കാരുണ്യം കൊണ്ട് നരകം തൊടാതെ ഞങ്ങളെ സ്വർഗത്തിലെത്തിക്കണേ അല്ലാഹ്. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. ഒരു ബക്കറ്റ് പിരിവുണ്ട്. ആ ബക്കറ്റിൽ എല്ലാവരും പറയേണ്ടതില്ലല്ലോ, കഴിയുന്ന സംഭാവന ഈ നല്ല മൗലിദിൻ്റെ സദസ്സിലേക്ക് നൽകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട മാദിഹ്യങ്ങളുടെ നേതൃത്വത്തിൽ മൗലിദ് സദസ്സും ഇഷ്ക് സദസ്സും തുടങ്ങുകയാണ്. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.